ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ ഷോപ്പിൽ പോവാണ്. ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ പോകാൻ. അവനിന്ന് ബസ്സിലാണ് പോകുന്നത്. അവനിന്ന് ലീവുള്ള ദിവസമാണ്. നാളെ ചൊവ്വാഴ്ച ഞാനും ലീവാണ്. നാളെ നല്ല കിടിലൻ വീഡിയോസ് വരുന്നുണ്ട്. ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒപ്പം നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ കടയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞേക്കാം. രാവിലെ വന്ന് തിങ്കളാഴ്ചയായിരുന്നു, അധികം തിരക്കോ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ പച്ചക്കറിയൊക്കെ കാബേജൊക്കെ പുറംതോടൊക്കെ കേടായതൊക്കെ പൊളിച്ച് വൃത്തിയാക്കി വെച്ച് പിന്നെ നമ്മുടെ കുറച്ച് അല്ലറ പരിപാടികളെല്ലാം നമുക്ക് രാവിലെ വരുമ്പോൾ സവോളയെല്ലാം റെഡിയാക്കി ഇടുക, പച്ചക്കറികളെല്ലാം ഒന്നും കൂടെ അടുക്കി വെച്ചേക്കുന്ന എല്ലാം ക്ലിയറാക്കി നോക്കുക. അതിനകത്ത് എന്തെങ്കിലും മോശമായി പോയിട്ടുണ്ട് അതിനെല്ലാം മാറ്റുക. ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ താഴെ ഇരിക്കുന്ന നമ്മുടെ കേടായിപ്പോയി അതിൻ്റെ വെള്ളം വീണ് കഴിയുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് തന്നെ നോക്കുക. അങ്ങനെ അല്ലറ പരിപാടികളൊക്കെ ആയിരുന്നു രാവിലെ എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ വലിയ തിരക്ക് കാര്യങ്ങളില്ലായിരുന്നു. ഒന്നര ഇടപെട്ടുള്ള കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ചയാണ് വളരെ തിരക്ക് കുറഞ്ഞൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മുടെ കുറച്ച് പരിപാടികളെല്ലാം ഇങ്ങനെ നടക്കും. തിങ്കളാഴ്ച നമുക്ക് കടയിൽ തിരക്കില്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉരുളക്കിഴങ്ങും കാര്യങ്ങളെല്ലാം കയറ്റി വിട്ടു. പിന്നെ കുറച്ച് അരിയും കാര്യങ്ങളൊക്കെ നിറച്ച് വയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രിയിൽ ഇത് കൂട്ട് വാഴക്കൊല മൂടിക്കെട്ടിയിട്ട് പോയതാണ്. അങ്ങനെ അല്ലറയിലെ പരിപാടി അതെല്ലാം അഴിച്ചു മാറ്റുക. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ്. പിന്നെ പച്ചക്കറി തട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ രാവിലെ കുറച്ച് അരി വന്നിട്ടുണ്ട്. അരിയെല്ലാം കൃത്യമായിട്ട് തന്നെ കിലോ തൂക്കി നിറച്ച് വെക്കുക. അങ്ങനെ നിറച്ച് വെക്കുന്ന ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു തിരക്ക് വരുവാണെങ്കിൽ ഇത് എടുത്ത് കൊടുത്താൽ മതി. പിന്നെ തൂക്കാനും നിറയ്ക്കാനൊന്നും പോകേണ്ട, തൂക്കൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ജോലി ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അരിയും കാര്യങ്ങളെല്ലാം നിറച്ച് വെക്കുക. അങ്ങനെ കുറച്ച് പരിപാടികളായിരുന്നു ഇന്ന് എന്താ പറയുക പരിപാടികളെന്ന് പറയാൻ ഉള്ളത്. പിന്നെ മീൻ തട്ടൊക്കെ റെഡിയാക്കണം. അത് മീൻ തട്ട് റെഡിയാക്കാൻ അവരോട് കൂടി. പിന്നെ അതിന് പുറമെ കുറച്ച് 2-3 ഓർഡറുകളേ ഉള്ളായിരുന്നു. വളരെ ഓർഡറുകളും കാര്യങ്ങളും എല്ലാം കുറഞ്ഞൊരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ കുറച്ച് ഓർഡറുകൾ മാത്രമേ ഓർഡറുകളെല്ലാം എടുത്തു കൊടുത്തു. അതിലും കൃത്യമായിട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ട പരിപാടികളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ വളരെ കുറച്ച് പരിപാടികൾ മാത്രമല്ല. പച്ചക്കറി ആയിരുന്നു വളരെ കുറച്ച് മാത്രമേ നമ്മൾ നട്ടിൽ എന്താ പറയുക ക്ലിയർ ആക്കേണ്ടതുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നല്ല പച്ചക്കറികളായിരുന്നു. അതെല്ലാം നന്നായി കൃത്യമായിട്ട് തന്നെ അടുക്കി വെച്ചു. പിന്നെ നമ്മൾക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് വന്ന മീനുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിങ്കളാഴ്ചയായിരുന്നു വളരെ കുറച്ച് മീനുകൾ നമുക്ക് വന്ന മീനുകളൊക്കെ നമുക്ക് നല്ല കിഡിലിന് അയല വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി അയല ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തത്ത എന്ന് പറയുന്ന കിഡിലിനൊരു മീൻ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. നല്ല കിഡിലും ടേസ്റ്റുള്ള മീനാണ്. നല്ല അടിപൊളി മീനാണ്. ഞാൻ എന്തായാലും ഇന്നൊരെണ്ണം കൊണ്ടുപോയി നോക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒരു മീനാണ് തത്ത എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് നമ്മുടെ കൊഞ്ച്, ഞണ്ട് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ മീനുകളും നമ്മുടെ തട്ടയിലുണ്ടായിരുന്നു. ഇന്ന് വന്നതിൽ ഏറ്റവും വെറൈറ്റി ഏറ്റവും എന്താ പറയുക ഉള്ള മീൻ എന്ന് പറയുന്നത് തത്തയായിരുന്നു. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് മുമ്പോട്ട് കൊണ്ടുപോകുക. പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും നമുക്ക് നാളെ കാണാം.